ആന, പുലി, കാട്ടുപോത്ത്, ഇപ്പോൾ കരടിയും. ഏതെങ്കിലും മൃഗശാലയിലെ കണക്കെടുപ്പല്ല. വന്യമൃഗശല്യത്താൽ ഉറക്കം പോയ വയനാട് ചീരാൽ നിവാസികൾ ഇപ്പോൾ കരടിയെ കൂടി പേടിച്ചാണ് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈസ്റ്റ് ചീരാൽ പ്രദേശത്താണ് സ്ഥിരമായി ഇപ്പോൾ കരടി ഇറങ്ങുന്നത്. വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾക്ക് കുറവില്ല. പുലിപ്പേടിക്ക് പിന്നാലെ കരടിപ്പേടിയിലാണ് ഈസ്റ്റ് ചീരാൽ പ്രദേശം. പട്ടാപ്പകലും ഇവിടെ കരടിയെ കാണുന്നു. ഇതോടുകൂടി വലിയ ആശങ്കയാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. ഈസ്റ്റ് ചീരാൽ കുടുക്കി പ്രദേശം. കാപ്പിയടക്കമുള്ള വിളകളുള്ള തോട്ടങ്ങളുണ്ട്. 2 കിലോമീറ്റർ അകലെയാണ് കാട്. സ്ഥിരമായി ഇതിനടുത്ത പ്രദേശത്തെല്ലാം പുലിയുടെ സാന്നിധ്യം നേരത്തെയുണ്ട്. ഇതിനിടയിലാണ് കരടിയും എത്തിയത്. അതിരൂക്ഷമായ വന്യമൃഗശല്യം നിരന്തരമായി അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഏകദേശം 90-95% ജനങ്ങളും കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കാട്ടാനകളുടെയും പന്നിയുടെയും കുരങ്ങിൻ്റെയും മാനിൻ്റെയും മയിലിൻ്റെയും എല്ലാം നിരന്തരമായ ആക്രമണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. നമ്മൾ ഈ പ്രദേശത്ത് കൂടി ഇങ്ങനെ നടന്ന് ഈ വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ കൂടി നടന്നു നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങൾ കൃഷി പാവപ്പെട്ട കർഷകർ ഉപേക്ഷിച്ച നിലയിലാണ്. കൃഷിയെടുത്ത് ജീവിക്കാൻ ഒരു കാരണവശാലും പറ്റാത്ത അവസ്ഥയിൽ ഈ പ്രദേശം മാറ്റപ്പെട്ടു. കരടിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് വെച്ചിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചു. ഇതിനകം കരടിയുടെ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ പട്ടാപ്പകൽ കരടിയെ കണ്ടു. പുല്ലരിയാൻ പേടിച്ചിട്ട് ഞങ്ങൾ 2-3 ആൾക്ക് ഇവിടുത്തെ ചേട്ടനൊക്കെ വന്നെങ്കിൽ മാത്രം പുല്ലരി ഉള്ളിലെ പൈ പട്ടിണിയാണ്. പേടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ദിവസവും വരുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ വീണ്ടും വന്നു. അപ്പോഴും ഞങ്ങൾ ഇതുപോലെ ചക്ക പറിച്ച് തിന്ന ഒച്ച കേട്ട്, ഒരു ശ്വാസം മുട്ടുന്ന ഒരു ഒച്ച കേട്ട്. അപ്പോൾ മോന് ഈ റൂമിലാണ് കിടക്കുക. അപ്പോൾ അവന് ഞങ്ങളെല്ലാവരും കൂടെ ഓടി വന്ന് നോക്കുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ചാരി നിന്ന് തിന്നാണ്. പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് കരടിയുടെ സാന്നിധ്യം. മറ്റ് വന്യജീവികളും ഇവിടുത്തുകാർക്ക് ആശങ്കയാവുന്നുണ്ട്. മേപ്പാടി റേഞ്ചിന് കീഴിലാണ് ചീരാൽ പ്രദേശം. വന്യജീവികൾ ഇറങ്ങുന്ന സംഭവമുണ്ടാകുമ്പോൾ 40 കിലോമീറ്ററോളം സഞ്ചരിക്കണം ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്കെത്താൻ. അതിനാൽ തന്നെ നടപടികളും വൈകുന്നുണ്ട്. മുത്തങ്ങ റേഞ്ചിന്റെ ഭാഗമാക്കണം ഈ സ്ഥലമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ചീരാലിലെ കരടിപ്പേടി അത് വലിയ ആശങ്കയാണ് ആ മേഖല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില പ്രതികരണങ്ങൾ കണ്ടു. നേരിട്ട് കരടിയെ കണ്ടവരുടെ ഭീതി അവർ അത് മറച്ചുവെക്കുന്നില്ല. നാട്ടുകാർക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് നടപടി, എന്തിടപെടൽ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് കേൾക്കാം. ഇവിടുത്തെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. സ്കൂളിൽ പോകുന്ന ചെറിയ ഉന്നതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വരെ പറ്റാത്ത സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള പ്രശ്നം, ഈ ചീരാൽ വില്ലേജ് മേപ്പാടി ഫോറസ്റ്റ് സെക്ഷൻ്റെ കീഴിൽ നിന്ന് മാറ്റി മുത്തങ്ങ ഫോറസ്റ്റ് സെക്ഷൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ ജനകീയ സമരസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ ഒരു 11 മണിക്ക് ശേഷമാണ് കണ്ടത്. പക്ഷേ എന്താ പറയുക, പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഇതിലെ വെളുപ്പിന് പാലും കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രശ്നം. ഇവിടെ ഒരു ആളുണ്ട്, പുള്ളിക്ക് ചെവിക്ക് കേൾവി ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഈ വെളുപ്പിനൊക്കെ പാല് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ പ്രശ്നമാണ്. രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കരടി ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നടക്കുക. അവിടെ കാണും, അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇവിടെ കാണും, ഇവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് പോകും. ഇങ്ങനെയാണ്. 10 മണിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങി അങ്ങ് നടന്നതാണ്. അപ്പോൾ ചക്ക തിന്നാനൊക്കെ ഇറങ്ങി ആക്രയും ഇതൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.